ഇന്നത്തെ പരിണാമവാദികളിൽ അറിയപ്പെടുന്ന പ്രൊഫസർ റിച്ചാർഡ് ഡാക്കിൻസ് ജീവജാലങ്ങളിലേതിലെങ്കിലും അവയുടെ ജനിതക ഘടനയെ മെച്ചപ്പെടുത്തുന്ന ഉൽപരിവർത്തനത്തെ നിരീക്ഷിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ നിശബ്ദനായത് ഇതുകൊണ്ടാണ്. So Dawkins, can you give an example of a genetic mutation or an evolutionary process which can be seen to increase the information in the genome? സത്യം വ്യക്തമാണ്. ജീവൻ യാദൃച്ഛികമായി ഉണ്ടാവുക സാധ്യമല്ല. ചക്രങ്ങളുടെയും മാണികളുടെയും യാദൃച്ഛികമായ സമ്മേളനത്തിലൂടെ ഒരു ഘടികാരം ഉണ്ടാവുകയില്ല. ഇതേപോലെ ജീവൻ ഉന്നതമായ ഒരു രൂപകൽപ്പനയാണ്. പ്രസ്തുത രൂപകൽപ്പന സർഗധനനായ സ്രഷ്ടാവിന്റെ അസ്തിത്വം വ്യക്തമാക്കുവാൻ ഉതകുകയാണ് ചെയ്യുന്നത്. ന്യൂനതകളൊന്നുമില്ലാത്ത സൃഷ്ടികളെയാണ് പ്രപഞ്ചത്തിൽ നാം കാണുന്നത്. സ്രഷ്ടാവിന്റെ ശ്രേഷ്ഠമായ അറിവും കഴിവും തിഷണയും സൃഷ്ടികളിൽ ഓരോന്നിലും പരന്നു കിടക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകലപാന പ്രതിഭാസങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള അജയ്യനും അന്യൂനനുമായ പടച്ച തമ്പുരാനെ മനസ്സിലാക്കുകയും അവനു മാത്രം ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുവാനാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്തവനായ അള്ളാഹുവാണവൻ. അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ. അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹുവാണവൻ. രാജാധികാരമുള്ളവനും പരമപരിശുദ്ധനും സമാധാനം നൽകുന്നവനും അഭയം നൽകുന്നവനും മേൽനോട്ടം വഹിക്കുന്നവനും പ്രതാപിയും പരമാധികാരിയും മഹത്വമുള്ളവനും ആകുന്നു അവൻ. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധൻ. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അള്ളാഹുവത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും. ഇരുപതാം നൂറ്റാണ്ടിൽ തന്മാത്രാ ജീവശാസ്ത്രം മാത്രമല്ല, ഫോസിലുകളെക്കുറിച്ച പഠനശാഖയായ പാലിയോന്റോളജിയും പരിണാമവാദത്തിന് എതിരായ തെളിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഉത്ഖനന ഗവേഷണങ്ങളിൽ ഒന്നുപോലും പരിണാമത്തെ സാധൂകരിക്കുന്ന ഫോസിലുകൾ നൽകിയിട്ടില്ല എന്നതാണ് സത്യം. മുൻപുണ്ടായിരുന്ന ജീവികളുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. മരണത്തിനു ശേഷം വായുവിലെ മൂലകങ്ങളുമായി സമ്പർക്കപ്പെടാത്ത ജീവികളുടെ ശരീരത്തിലെ അസ്ഥിഘടനകൾ കേടുപറ്റാതെ സംരക്ഷിക്കപ്പെടുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ ചരിത്രം ഇവ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ജൈവവസ്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നൽകുന്നത് ഈ ഫോസിൽ രേഖകളാണ്. ഡാർവിന്റെ അവകാശവാദപ്രകാരം ജീവനുള്ള വസ്തുക്കളെല്ലാം ഒരു പൊതു പൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടായവയാണ്. തുടർച്ചയായ സൂക്ഷ്മ വ്യതിയാനങ്ങൾ തലമുറകളോളം തുടർന്നതുവഴിയാണ് വ്യത്യസ്ത ജീവജാലങ്ങൾ ഉണ്ടായത്. ആദിമ ഏകകോശ ജീവിയിൽ നിന്ന് സമുദ്രത്തിൽ ജീവിക്കുന്ന അകശേരുകികളും മത്സ്യങ്ങളുമെല്ലാം ഉണ്ടാകുവാൻ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തുവെന്ന് പരിണാമ സിദ്ധാന്തം സമർത്ഥിക്കുന്നു. ഈ മത്സ്യങ്ങളാണത്രേ ഇഴജീവികളായി തീർന്ന് കരയിലേക്ക് വന്നത്. ഇഴജീവികൾ പക്ഷികളും സസ്തനികളുമെല്ലാമായി തീർന്നുവെന്നും വാദിക്കപ്പെടുന്നു. ഈ വാദം ശരിയാണെങ്കിൽ ജീവിവർഗങ്ങൾക്കിടയിൽ കുറേ മധ്യവർഗങ്ങൾ അഥവാ ഇന്റർമീഡിയറി സ്പീഷീസ് ഉണ്ടാവണം. ഉദാഹരണത്തിന് ഇഴജന്തുക്കളാണ് പക്ഷികളായി തീർന്നതെങ്കിൽ ഇഴജന്തുവിന്റെ കുറേ ഭാഗങ്ങളും പക്ഷിയുടെ കുറേ ഭാഗങ്ങളുമുള്ള നിരവധി ജീവികൾ വ്യത്യസ്ത കാലങ്ങളിൽ ജീവിച്ചിരുന്നിരിക്കണം. ഇത്തരം മധ്യവർഗങ്ങൾക്ക് അപൂർണമായ അവയവങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ സാങ്കല്പിക ജീവികളെ രൂപാന്തര മധ്യമ രൂപങ്ങൾ ട്രാൻസിഷണൽ ഇന്റർമീഡിയറ്റ് ഫോംസ് എന്ന് ഡാർവിൻ വിളിച്ചു. ഇത്തരം മധ്യമ രൂപങ്ങളുടെ ഫോസിലുകൾ കണ്ടെത്തിയാലേ തന്റെ സിദ്ധാന്തം സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്ന് ഡാർവിൻ അറിയാമായിരുന്നു. ദ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഡാർവിൻ എഴുതി, എന്റെ സിദ്ധാന്തം ശരിയാണെങ്കിൽ പ്രധാനപ്പെട്ട ജീവിവർഗങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന അസംഖ്യം മധ്യരൂപങ്ങൾ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം. അവ നിലനിന്നിരുന്നുവെന്നതിനുള്ള തെളിവ് നമുക്ക് ഫോസിൽ റെക്കോർഡുകളിൽ മാത്രമേ കാണാനാവൂ. തന്റെ സാങ്കല്പിക മധ്യമ രൂപങ്ങളൊന്നും ഫോസിൽ റെക്കോർഡുകളിൽ കാണപ്പെടുന്നില്ലെന്ന കാര്യത്തെക്കുറിച്ച് ഡാർവിൻ ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നാധിഷ്ഠിതമായ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി ഒരധ്യായം തന്നെ അദ്ദേഹം വിനിയോഗിച്ചത്. ജീവജാതികൾ മറ്റു ജീവജാതികളിൽ നിന്ന് ചെറിയ വ്യതിയാനങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ എല്ലായിടത്തും എന്തുകൊണ്ടാണ് മധ്യവർഗങ്ങളെ കാണാൻ നമുക്ക് കഴിയാത്തത്? മധ്യവർഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഭൂപടലത്തിൽ എന്തുകൊണ്ടാണ് അത്തരം വർഗങ്ങളുടെ ഫോസിലുകൾ കാണപ്പെടാത്തത്? ഫോസിൽ രേഖകൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെട്ടാൽ ഇത്തരം മധ്യരൂപങ്ങൾ കണ്ടെത്താനാകുമെന്ന് ഡാർവിൻ കരുതി. അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് പരിണാമവാദികൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭൗമപാളികളെ കഴിഞ്ഞ 140 വർഷക്കാലമായി പരിശോധിക്കുകയും മധ്യവർഗങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പരിശ്രമങ്ങളെല്ലാം തികഞ്ഞ പരാജയത്തിലാണ് കലാശിച്ചത്. ഡാർവിൻ സങ്കൽപ്പിച്ച മധ്യവർഗങ്ങൾ കേവല ഭാവന മാത്രമായി നിലനിൽക്കുകയാണ്. പ്രഗത്ഭ ഇംഗ്ലീഷ് പാലിയന്റോളജിസ്റ്റും പരിണാമവാദിയുമായ ഡെറക് എയ്ജർ ഈ വസ്തുത അംഗീകരിക്കുന്നുണ്ട്. ഫോസിൽ രേഖകളെ വിശദമായി വർഗീകരിച്ച് പരിശോധിക്കുമ്പോൾ പടിപടിയായ പരിണാമമല്ല, ഓരോ കൂട്ടവും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതായാണ് എത്ര തന്നെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ഞൂറ് മുതൽ 530 വരെ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കേംബ്രിയൻ ഘട്ടത്തിലെ ജീവികളുടെ ഫോസിലുകൾ സ്ഥിതി ചെയ്യുന്ന ഭൗമപാളിയാണ് പാളികളിൽ ഏറ്റവും പുരാതനമായിട്ടുള്ളത്. കേംബ്രിയന് മുമ്പുള്ള പാളിയിൽ ഏതാനും ചില ഏകകോശ ജീവികളുടെ ഫോസിലുകൾ മാത്രമേയുള്ളൂ. എന്നാൽ കേംബ്രിയൻ ഘട്ടത്തിൽ വൈവിധ്യമാർന്ന ഒട്ടനവധി ജീവികൾ പെട്ടെന്ന് ആകസ്മികമായി പ്രത്യക്ഷപ്പെടുന്നു. കടൽച്ചൊറി, നക്ഷത്ര മത്സ്യം, ഒച്ച് തുടങ്ങിയ 30-ലധികം അകശേരുകികൾ പെട്ടെന്ന് കാണപ്പെടുകയാണ് ചെയ്യുന്നത്.
ഈ ജീവികൾക്കെല്ലാം സംക്രമണ വ്യവസ്ഥയെപ്പോലെ